Hi guys, Hello guys, welcome to Pindi Vlog. നമ്മൾ ഇന്ന് ഒരു പിണ്ടി ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് എന്താ ആവശ്യം? പിണ്ടി. നമുക്കൊരു സെപ്റ്റോ പിണ്ടിയാണ്. ഇത് പിണ്ടി വ്ലോഗാണ്. നമ്മൾ എന്തുണ്ടാ തരും അമ്മയ്ക്ക്. ഓക്കെ, തന്നില്ല. ഒരു ചെറിയൊരു പീസേ ഉള്ളൂ. 30 രൂപയ്ക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തിരിഞ്ഞു നോക്കണം. കാരണം പിണ്ടി അവൾ ഉപ്പേരി ഉണ്ടാക്കാതെ തന്നെ ഡയറക്റ്റ് ചെയറിൽ വെച്ചിട്ട് അവള് കഴിക്കാൻ പോവാൻ തോന്നുന്നു. ഇപ്പൊ തലയും കുത്തി വീഴൂട്ടാ. ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ആണ് ഇത്. റെഡി? അയ്യോ, കത്തി എടുക്കാൻ പാടില്ല. കണ്ടു. ആദ്യം കയ്യിൽ നമ്മൾ വെളിച്ചെണ്ണ തേക്കണം. ഓക്കെ, അല്ലെങ്കിൽ കയ്യിൽ കറ വരും. മനസ്സിലായോ? കാലൊക്കെ അവിടെ ഇരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഒരു ഭംഗിയില്ല കാണാൻ. വാവാ, എന്താ ചെയ്യാ? അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം. വെറുതെ ഞാൻ കണ്ടപ്പോ വാങ്ങിച്ചു നോക്കിയതാ. മുത്തശ്ശനൊക്കെ വീട്ടിലുള്ളപ്പോ നന്നാക്കി തരാറ്. ഇതെങ്ങനെ? ഇതിന്റെ ഉള്ളിലൊരു വൈറ്റ് കളർ ഒരു നല്ല ഭംഗിയുള്ള സാധനം ഉണ്ടാവും പറഞ്ഞു. അത് കിട്ടണ വരെ നമ്മൾ ഇങ്ങനെ ഇത് ക്ലീൻ ആക്കിയോണ്ടിരിക്കണം. അതൊക്കെ നമ്മുടെ വേസ്റ്റ് ആണ്. കൈമാറ്റു. അതില് തുപ്പരുത്. കണ്ണില് തെറിച്ച നല്ല രസം ഉണ്ടാവും ട്ടാ. അമ്മ ഒരു കഥ പറഞ്ഞേറ്റമ്മ. പണ്ട് എന്ന് പറഞ്ഞാ ഭയങ്കര പണ്ട് ട്ടാ. പണ്ട് ഒരു കാട്ടില് ഒരു ആന ഉണ്ടായിരുന്നു ട്ടാ. ആരുണ്ടായിരുന്നേ? ആന എങ്ങനെയാ കറിയാ? ആന എങ്ങനെയാ കറിയാ? വർത്താനം പറയോ? വാവയല്ലേ മൈക്ക് വെച്ചേക്കണേ. മൈക്ക് വെച്ച ആള് സംസാരിക്കണം. നമുക്ക് ഈ മൈക്ക് വാവയുടെ അമ്മായി ഗിഫ്റ്റ് ചെയ്തതാട്ടാ എനിക്ക്. അമ്മായി ഒന്നും ഇല്ല ഫോണില്. അമ്മായിക്ക് അറിയണ്ടെന്നില്ല ഇവിടെ ഒരു ചെറിയ വ്ളോഗറുള്ള കാര്യം. അമ്മയ്ക്ക് മാത്രമേ മൈക്ക് തന്നുള്ളൂ, വാവയ്ക്ക് തന്നില്ല. എല്ലാ വേസ്റ്റും നമുക്ക് കളയാം. കത്രിക എടുക്കാൻ പാടില്ല. എങ്ങനെ ആ നൂല് നമുക്ക് ഇങ്ങനെ ഫോക്ക് വെച്ച്. എന്താ വായില്? തീപ്പെട്ടിയുടെ അറ്റത്തെ സാധനം കുട്ടിയുടെ വെടിമരുന്ന് അവള് കഴിച്ചു. മിനിഞ്ഞാന്ന് കർപ്പൂരം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 24 hours ഒബ്സർവേഷനിലൊക്കെ ആയിരുന്നു.
അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. കാരണം എത്ര കഴിച്ചു എന്നുള്ള അറിയണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ വായിലെ വൈറ്റ് കളർ പൊടി കണ്ടു. എന്നിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ തന്നെയായിരുന്നു ഒബ്സർവ് ചെയ്തത്. അപ്പോൾ വലിയ പ്രശ്നമൊന്നും കണ്ടില്ല. പഴം കൊടുക്കാൻ പറഞ്ഞു. ഒരെണ്ണം കഴിച്ചിട്ടുള്ളൂ. ഭയങ്കര പോയ്സണാണ് ഈ കർപ്പൂരമൊക്കെ പിള്ളേർ കഴിച്ചാൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എനിക്കറിയാം എത്ര ശ്രദ്ധിച്ചാലും ഒരു സെക്കൻഡിലാണ് അതൊക്കെ സംഭവിക്കുക. പക്ഷെ എന്നാലും ശ്രദ്ധിക്കാൻ പറ്റുന്നിടത്തോളം ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഭഗവാൻ നോക്കിക്കോളും. പിള്ളേരെ ഭഗവാൻ ശ്രദ്ധിക്കും. കുഞ്ഞുങ്ങളല്ലേ. ഇപ്പം വേണമെങ്കിൽ അവൾക്ക് 2 കഴിക്കായിരുന്നു. പക്ഷെ ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ വിചാരിക്കാം അല്ലെ. ഇപ്പൊ അടുത്ത തീപ്പെട്ടി കഴിക്കാൻ പോയാൽ ഭഗവാൻ കാണിച്ചു തരില്ല കേട്ടോ. അവിടെ ഇരിക്കേ ഇങ്ങനെ ഇതേണ്ടാ. ആ കുഞ്ഞു കുഞ്ഞാ ഒക്കെ വരുന്നുണ്ടോ? ഉറങ്ങനോ? അമ്മക്ക് വരാട്ടോ. ബായ് വരൂ. ബായ് വരാം. ഇഷ്ടായോ? ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടായോ? അപ്പൊ ശരിയാക്കി തരാം. ഇത് പിടിക്കൂ, പിടിച്ചു നിൽക്കൂ. കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ. വെള്ളം വേണോ? അമ്മ ലൈറ്റ് ഓൺ ആക്കി തരട്ടെ. നമുക്കറിയട്ടെ. അമ്മയ്ക്ക് വേണ്ട, വാവ കഴിച്ചാ മതി. വെരി ഗുഡ് വാവ, ഗുഡ്. വേണ്ട വേണ്ട, സംസാരിക്കൂ. സംസാരിക്കൂ, നോക്കട്ടെ. സംസാരിക്കൂ. കഴിക്കാത്ത ഇങ്ങനെ നേരെ വന്നിട്ട് ഫുഡ് കൊടുക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഇതൊക്കെ ഒളിച്ചിട്ടൊക്കെ കൊടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം 3 മണിയായി. വാവയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ലേറ്റ് ആയി. ആക്ച്വലി എനിക്കിനി ഇവളുടെ ഭക്ഷണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. വിശന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ പിണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വൈകുന്നേരം ആയിട്ട് വരുമ്പോഴേക്കും ഒരു പേരിയും ഇത് കൂട്ടാനും വെച്ചിട്ട് ചോറ് ഓൾറെഡി വെച്ചു. കാലത്ത് മാഗി കഴിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. വാവയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി കഴിച്ചില്ല. ഇത് കണ്ടോ, ഇതിലിങ്ങനെ മൊത്തം നൂല് വരും. ഇതിങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം മുക്കി വെക്കുമ്പോഴത്തേക്കും അതിന്റെ കറ മൊത്തം പോകുന്നതാണ് അമ്മ പറഞ്ഞത്. പിണ്ടി എന്ന് പറഞ്ഞപ്പോ നമുക്ക് പിണ്ടി ഉപ്പേരി ഇഷ്ടമായിട്ട് ഉണ്ടാക്കണല്ല, തള്ളയായപ്പോ തള്ള വൈബായതാന്ന് തോന്നുന്നു. കഴിക്കണ്ട, അതോ താഴെ കളയണോ? പലഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ ആണ് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ മസ്റ്റ്. നമ്മൾ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്യാ, രാത്രി സ്കിപ്പ് ചെയ്യാ. ഞാൻ പണ്ടോട്ടെ എങ്ങനെയാ, ഞാൻ ഒരിക്കലും പട്ടിണി കിടക്കില്ല. പട്ടിണി കിടന്നിരുന്ന ഒരു എക്സാം ഒക്കെ വരില്ലേ, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത്, ആ സമയത്ത് ഇങ്ങനെ ടെൻഷൻ കാരണമൊക്കെ കഴിക്കാതിരിക്കും. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ട ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങനെയാട്ടാ, അങ്ങനെ ശീലിച്ചത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാണ്ട് എനിക്ക് പറ്റേയില്ല. ബ്രെയിൻ ഫുഡ് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കൻ്റെ. കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇത് മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നു. പിന്നെ രാവിലെ ഉറക്കാനൊന്ന് ശ്രമിക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ വേഗം അടിച്ച് തുടച്ച് പാത്രം കഴുകി ഉറങ്ങി എനിക്കട്ടെ. എന്നിട്ട് മേല് കഴുകിക്കണം. കാലത്ത് കുളി കഴിഞ്ഞതാണ്. പക്ഷെ നമ്മള് ഇപ്പൊ കാലത്ത് കുളിച്ചാലും വൈകുന്നേരം ചെറുതായിരുന്നപ്പോ തൊട്ടേ അങ്ങനെയാട്ടാ, നമ്മൾ വൈകുന്നേരം മേൽ കഴുകിക്കും. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ ആ ശീലം ഞാൻ വെളുക്കും.
ഇതാക്കുന്നു അല്ലേ വാവാ. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നേരത്തെ കഴിച്ച് ബാക്കി വെച്ചേക്കുന്ന തീപ്പെട്ടി. എവിടെയുള്ള ഭക്ഷണം അവൾക്ക് വേണ്ട, പക്ഷെ പച്ചപ്പിണ്ടിയാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ അവൾ ഉറക്കിയിട്ട് അടിച്ചു തുടച്ച് പാത്രം കഴുകി ബാക്കി പരിപാടികൾ നോക്കണം. പക്ഷെ ഇതിനൊക്കെ ഇവൾ ഉറങ്ങണം, ഉറങ്ങിയാലേ ഈ പറഞ്ഞ പരിപാടികൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഇവിടെ നോക്കാണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണിയെടുക്കാൻ പോയപ്പോഴാണ് കർപ്പൂരം കഴിച്ചത്. ഞാൻ പറഞ്ഞല്ലോ കർപ്പൂരം കഴിച്ചത്. അയ്യോ പിണ്ടി അവള് ഈ കുതിരക്ക് കൊടുക്കുക. ഈ കുതിര അവളുടെ മുത്തച്ഛൻ മസ്കറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സാധനമാണ്. ഇതിങ്ങനെ ലൈറ്റ് കത്തി സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. ഇവിടെ ഇരുന്ന് കളിക്കാറായപ്പോഴത്തേക്കും അത് വർക്ക് ചെയ്യാണ്ടായി. അതിന്റെ തലവണ്ടേ കൂടെ വെള്ളം ഒഴിക്കുക എന്തോ ചെയ്തായിരുന്നു. അവിടെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ വാ നമുക്ക് ഉറങ്ങാം. വായ കൈകണ്ടേ, കൈ കൈകണ്ടേ, കൈ കണ്ടേ. ബൈ. ഓക്കെ ബൈ. അതിനെയും കൊണ്ട് പോവാ കൈ കഴുകാൻ. കുട്ടികളെ ഉറക്കിയിട്ട് ഈ എണീക്കുന്ന ഈ ഒരു ടൈം, അത് എന്താ പറയുക, നമ്മൾ അതൊരു ടാലൻ്റാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ന്യൂ ബോൺ ഫേസിൽ അത്ര പുതിയ അമ്മമാർക്ക് ഈ ഒരു കഴിവ് അത്ര ഉണ്ടാവില്ല. പിന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മളതിൽ പ്രോ ആവും. നമ്മളെങ്ങനെ അവളെ കിടത്തി എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. അങ്ങനെ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് ഗോൾഡൻ പീരീഡ് ആണ്. അതായത് അതൊരു മണിക്കൂറാവാം, അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് ആവാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് എത്രത്തോളം പണിയെടുക്കുന്നോ അത്ര പണി അത്രേ തീരൂ. അപ്പോൾ നമ്മൾ എത്ര ശബ്ദം കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഈ പിണ്ടിപ്പേരി നമ്മളത്ര ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്നതൊന്നല്ല കേട്ടോ. പിന്നെ നാടൻ സംഭവങ്ങളൊന്നും മറന്നു പോകണ്ടെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അത് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറ പോകാൻ വേണ്ടിയിട്ട് മുക്കി വെച്ചിട്ട് ഞാൻ അടിച്ച് തുടച്ച് ഡസ്റ്റിംഗ് പരിപാടികളിലോട്ട് കടന്നു. എല്ലാം സൗണ്ട് പ്രൂഫായിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിനിടയ്ക്ക് എങ്ങാനും എന്തെങ്കിലും സൗണ്ട് വന്നാൽ അവളിത് ഇതുപോലെ കണ്ണു തുറക്കും. അപ്പം ഞാനിങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിന്നുറങ്ങുന്ന പോലെ അഭിനയിക്കും. അത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇത്ര ചെയ്തു വന്നപ്പോഴേക്കും എൻ്റെ നടു ചെറുതായിട്ട് വേദനിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കാല് താഴെ ഇട്ടിട്ട് ബെഡിലൊന്ന് നടുന്ന് നിർത്തി ചുമ്മാ ഒന്ന് കിടക്കുന്ന പോലെ, ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞ് കിടന്നപ്പോഴായിരുന്നു അവളുടെ എൻട്രി. പിന്നെ മേല് കഴുകി വിളക്ക് കൊളുത്തി. പിന്നെ പ്ലേ ടൈം ആണ് കേട്ടോ. വൈകുന്നേരം മേക്കഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക തരം കുറുമ്പാണ് കേട്ടോ അവൾക്ക്. പിന്നെ ഈ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ബിഗ് ബോസിലെ അനീഷിനെ പോലെ സംസാരിക്കുന്നതാണ്. ഞങ്ങളൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ട് അതുപോലെ പറയുന്നതാണ്. പണി തുടങ്ങി, എടുക്കാൻ പറ്റണില്ലേ കുതിര? തലടിക്കണ്ട, അമ്മ എടുത്തരാം. നമ്മുടെ പണികൾ എന്റെ പൊന്നോ അമ്മ പറ്റാനും പറയല്ലേ? എന്താ ശരി, ഓക്കെ ബൈ ബൈ. വാവാ പണികൾ അവസാനിക്കുന്നില്ല. ഇനി അടുത്ത ട്രിപ്പ് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും വൃത്തിയേടാക്കും, പിന്നെയും നിറയ്ക്കണം. അങ്ങനെ പിന്നെ മെഷീനിൽ തുണി കഴുകിയിട്ടിട്ടുണ്ട്. ഉറക്കം വരുന്നുണ്ട്, വിശക്കുണ്ട്. നമ്മൾ ഉറങ്ങിയ കാരണം കേട്ടോ, അല്ലെങ്കിൽ 1.5 മണിക്കൂറൊന്നല്ല, രാത്രി ആയാലും തീരില്ല. അത്രയും നമ്മളൊരു സൈഡിൽ നിന്ന് റെഡിയാക്കി വരുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ അല്ലേ വാവാ? ഏറ്റവും ഇഷ്ടം ഏത് മീമിയാ ഇഷ്ടം ഇതില്?
ഫിഷ് ഇതെന്താ ആ അതെ ആ അധികത്തും പറയോ അധികത്തും കണ്ണച്ച് കിടക്കത്തി ഞാൻ കണ്ടു എല്ലാം പാടില്ല ഇത് മൊത്തം തുറന്ന് ഇപ്പൊ ഇങ്ങനെ ആക്കിയുള്ളൂ ഇതും അട്ടേ അമ്മടെ ഹെട്ടി കണ്ടം പറഞ്ഞോളൂ ആ അവിടെ പോയി നിന്ന് സംസാരിക്കും ഇക്കിട്ട് അട്ടമ്മടെ ഉണ്ട് ഒന്നുണ്ട് കഴിഞ്ഞ ഇവിടെ ഉണ്ട് ഇത് കേക്കട്ടാ വേണ്ട ഉണ്ട് എട്ടോ പൊള്ളി ഗഡുണ്ട് ഇവന് ഇതും എടുക്കണ്ട് ഉണ്ടാവും എല്ലാം മനസ്സിലായി നീ പറഞ്ഞത് അട്ടേന്ന് വിനീതോ അമ്മേണ്ട അമ്മയിടും അമ്മയിടും അതെയോ എന്ത് പറയോ മറ്റം അലാളി അബേ അതും പൊണ്ടിക്കും ഉണ്ടിക്കും Thank you. Thank you. Mày Mimi, are you okay? Oh, you are that. Amai. പിണ്ടി നന്നാക്കിയിട്ടുണ്ട്. നന്നാക്കി വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. കറയൊക്കെ കളഞ്ഞു, നൂല് പോലത്തെ സംഭവങ്ങളൊക്കെ പോയി. ഒരുവിധമൊക്കെ പോയി, കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ കളയാം. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. ഭയങ്കര ഫൈബറസ് സാധനങ്ങളൊക്കെ കളയാൻ പാടില്ല. അത് പിന്നെ ഇപ്പൊ എന്തായാലും എനിക്കിപ്പോ ഫൈബറസ് സംഭവം കഴിക്കാം, പിണ്ടിപ്പേര് കഴിക്കാതെ മൂടുപോയി. നാളെ ഉണ്ടാക്കുന്നതായിരിക്കും. സമയം 8 മണിയായി. എനിക്ക് ബോറടിച്ചു. ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് പൊറോട്ടയും ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് സുഖമായിട്ട് കഴിച്ചിട്ട് സിനിമ കാണണം എനിക്ക്. നല്ല പിന്നെ കുറെ നേരം ഇതിന്റെ പിന്നാലെ എടുക്കും. പിണ്ടിയാ നിനക്ക് എന്താ പച്ചപ്പിണ്ടി കഴിക്കാൻ എത്ര ഇഷ്ടമാണോ? ഇതാ കഴിച്ചോളൂ കേട്ടോ. നാളെ ഉണ്ടാക്കി തരാം അമ്മ. വാവയ്ക്കുള്ള ഫുഡ് എന്തായാലും ഉണ്ട്. ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ ഇപ്പൊ പെട്ടെന്ന് സഡൻ പ്ലാൻ ഇട്ടു. നാളെ ഉണ്ടാക്കുന്നത് ഞാൻ ആഡ് ചെയ്യാം ഇതിനകത്ത്. ഇപ്പൊ ജസ്റ്റ് അരി അരച്ച് വെക്കണം, അത്രേ ഉള്ളൂ. മെയിനായിട്ട് മൂഡ് പോകാൻ കാരണം ഇവിടെ കിച്ചണിൽ വലിയ ലൈറ്റ് ഇല്ല. പകല എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറയാ പ്ലാൻ ക്യാൻസൽ ചെയ്തതാണ്. അതും ഒരു റീസണാണ്. അതുകൊണ്ടല്ല പക്ഷെ അതും ഒരു റീസണാണ്. ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉഴുന്നരയ്ക്കണം, എന്നിട്ട് ഇതരയ്ക്കണം, എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫെർമെൻ്റ് ആവാൻ വേണ്ടി പുറത്ത് വെക്കണം. മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പുളിച്ചതിന് ശേഷം ഞാൻ കാലത്ത് എന്തായാലും പിണ്ടിപ്പേരി ഉണ്ടാക്കുമല്ലോ. അപ്പം അതിൻ്റെ കൂടെ അത് പൊന്തിയതും കൂടി കാണിച്ചു തരാം കേട്ടോ. വീയോ കണ്ട കുറുമുണ്ടോ അവിടെ? അതെടുക്കാൻ പാടില്ല. കുറുമ കാണിക്കരുത് കേട്ടാ. നിനക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരിക്കല്ലേ? അപ്പൊ നിനക്ക് ഫുഡ് വേണോ? അത് ശരി. അപ്പൊ അതാ അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ. പിണ്ടിപ്പേരി ഉണ്ടാക്കുന്നത് കാണിച്ചില്ലല്ലോ. തലേ ദിവസം പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ച കാരണം നമ്മളത് ഉണ്ടാക്കാത്തത് കൊണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കാലത്ത് എൻ്റെ കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ജനലൊക്കെ തുറന്നിടുക, ലൈറ്റായിട്ടൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ഫ്രഷ് എയർ കിട്ടിയ ഒരു ഉണർവ് കിട്ടും. പിന്നെ ഒന്ന് ബോധം വന്നതിന് ശേഷം നേരെ പോയിട്ട് കുളിച്ചിട്ട് വരും. അപ്പോൾ
ആ സമയത്ത് കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ പണികൾ ബിസിയായി പോയി നമ്മൾ കാലത്തത്തെ കുളി ലേറ്റ് ആവും. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഈ മാവ് പൊന്തിയത് കാണാൻ. നമ്മൾ തലേദിവസം പകുതിയല്ലേ ഉണ്ടാവുള്ളൂ, പിറ്റേ ദിവസം കാലത്ത് അത് പൊളിച്ച് പൊന്തി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. വാവയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി. വാവയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇഡ്ഡലി തന്നെ കഴിച്ചിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ അവൾക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. പിന്നെ ദിവാലി ബോക്സസ് വരുന്നത് അവസാനിച്ചിട്ടില്ല, പിന്നെയും ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീട് നിറച്ച് ഈ ഡ്രൈ ഫ്രൂട്ട്സും സംഭവങ്ങളാണ്. പെട്ടെന്ന് എവിടുന്നോ ഇല്ലാത്തൊരു മഴയും വെയിലും വന്നിട്ടാ കുറുക്കൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയലുണ്ട്, മഴയും വെയിലും ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയും. ഒരു കാലത്ത് ഇതുപോലെ ഞാൻ ഉറങ്ങിയിരുന്നതാ. അമ്മ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സുഖമായിട്ട് ഞാനാണ് ഇങ്ങനെ ഉറങ്ങാറ്. ഇപ്പം നേരെ ഓപ്പോസിറ്റ്. എന്ത് പെട്ടെന്നല്ലേ ടൈമൊക്കെ പോകുന്നത്. ഇപ്പോഴും അതൊന്നും കഴിയാത്ത പോലെയാണ് തോന്നുന്നത്. ആ അങ്ങനെയൊക്കെ. പിന്നെന്താ, എന്തായാലും നമുക്ക് പിണ്ടിപ്പേരി ഉണ്ടാക്കുന്ന ചടങ്ങിലോട്ട് കടക്കാം. അതിനിടയ്ക്ക് എനിക്ക് വിശന്നപ്പോൾ ഞാൻ നൈസായിട്ട് ഇഡ്ഡലിയും ചട്നിയും കഴിച്ചായിരുന്നു കേട്ടോ. ഉപ്പേരി വറുത്തിടലാണ് മെയിൻലി. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ തലേദിവസം അരിഞ്ഞ് വെച്ച അല്ലെങ്കിൽ കറയൊക്കെ കളഞ്ഞ് വെച്ച കുനു 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 കുനൂന്ന് അരിഞ്ഞ പിണ്ടിയും നീളത്തിലരിഞ്ഞ പച്ചമുളകും കൂടി അതിനകത്തേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് അങ്ങനെ ഒന്ന് സോത്തേ ചെയ്തിട്ട് സ്ലോ ഗ്യാസിലിട്ടിട്ട് അടച്ചു വയ്ക്കുക. അത്രേ ഉള്ളൂ പിണ്ടിപ്പേരി. അപ്പം അത്രേ ഉള്ളൂ എൻ്റെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വാവയുടെ കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കണം. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.